വിദ്യാർത്ഥികളെ ഇന്ന് ഇവിടെ എടുക്കുന്ന ടോപ്പിക് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രി BSc ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്റർ മാത്തമാറ്റിക്സിലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേഷൻ ഓഫ് വേവ് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായ ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ. That is solution of wave equation. Wave equation നമുക്കറിയാം dou square u by dou t square equal to c square into dou square u by dou x square എന്നതാണ് വേവ് ഇക്വേഷൻ. ഈ വേവ് ഇക്വേഷൻ u എന്നുള്ളത് ഫംഗ്ഷനും എക്സും ടിയും അതിലെ രണ്ട് വേരിയബിളുമാണ്. Therefore അതിന്റെ സൊല്യൂഷൻ u equal to some function of x and some function of t. ഇതായിരിക്കും അതിന്റെ സൊല്യൂഷൻ. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് assume u equal to xt, u of xt equal to f of x into g of t. ഇതാണ് നമ്മൾ സൊല്യൂഷനായി അസ്യൂം ചെയ്യുന്നത്. That is ഡിഫറൻഷ്യൽ ഇക്വേഷൻ u എന്നുള്ളത് ഫംഗ്ഷനും എക്സും ടിയും അതിലെ രണ്ട് വേരിയബിൾ ആയതിനാൽ ഇതിന്റെ സൊല്യൂഷനിൽ ഫംഗ്ഷൻ ഓഫ് എക്സും ഉണ്ടായിരിക്കും, അതുപോലെ ഫംഗ്ഷൻ ഓഫ് ടിയും ഉണ്ടായിരിക്കും. Therefore u of xt equal to f of x into g of t എന്നുള്ളതാണ് നമ്മളെ സൊല്യൂഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് f of x, അതുപോലെ എന്താണ് g of x. ഈ രണ്ട് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ് നമ്മളെ സൊല്യൂഷൻ. u of xt equal to f of x g of t. അതിനു വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാർട്ടിങ് കുറച്ച് കണ്ടീഷൻസും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ സ്ട്രിങ് രണ്ട് എൻഡും ഈ സ്ട്രിങ്ങിന്റെ രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരുന്നു. ഇതിന്റെ ഈ സ്ട്രിങ്ങിന്റെ മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ പൊസിഷൻ ആണ് നമ്മൾ ഇവിടുത്തെ സൊല്യൂഷൻ. ദാറ്റ് ഈസ് u of xt equal to f of x into g of t എന്നുള്ളത് x എന്നുള്ളത് ഈ സ്ട്രിങ്ങിന്റെ ലെങ്തിനെയും t എന്നുള്ളത് ടൈമിനെയും സൂചിപ്പിക്കുന്നു. അഥവാ ഈ സ്ട്രിങ്ങിലെ ഈ ഒരു പോയിന്റ് അറ്റ് t ഈക്വൽ ടു ദാറ്റ് ഈസ് ഈ p എന്ന പോയിന്റ് എക്സിലാണ് നിൽക്കുന്നത്. t ഈക്വൽ ടൈം ഏതാണോ ആ ടൈമും കൂടി ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് ടൈം ടിയിൽ ഈ സ്ട്രിങ്ങിന്റെ പൊസിഷൻ എവിടെ ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, ഇതിന്റെ സൊല്യൂഷൻ സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയാം. u of xt ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയാം, ഈ സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ്. നെക്സ്റ്റ് ഈ x വാരി ചെയ്യുമ്പോൾ ഇവിടെ x വാരി ചെയ്യുമ്പോൾ അതേപോലെ അതിന്റെ പൊസിഷൻ മാറും. ടൈം വാരി ചെയ്യുമ്പോഴും അതിന്റെ പൊസിഷൻ മാറും. Therefore u of xt എന്നുള്ള ഫംഗ്ഷൻ ഈ സ്ട്രിങ്ങിന്റെ ലെങ്തിനെയും അതുപോലെ തന്നെ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈ രണ്ട് എൻഡും ഫിക്സ് ചെയ്തത് കൊണ്ട്, ഈ സ്ട്രിങ്ങിന്റെ രണ്ട് എൻഡും ഫിക്സ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മൂവ്മെന്റും ഉണ്ടാവില്ല. ടൈം ഏതെടുത്തിട്ടുണ്ടെങ്കിലും അറ്റ് x ഈക്വൽ ടു 0ലും അറ്റ് x ഈക്വൽ ടു എല്ലിലും സ്ട്രിങ്ങിന്റെ ലെങ്ത് ക്യാപിറ്റൽ L എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രിങ്ങിന്റെ u of 0t ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് x ഈക്വൽ ടു 0ല് നമ്മൾ സ്ട്രിങ് ഫിക്സ് ചെയ്തിരിക്കുക. അതുപോലെ ലെങ്ത് x ഈക്വൽ ടു L ആണെങ്കിൽ അവിടെയും നമ്മൾ ഫിക്സ് ചെയ്തത് കൊണ്ട് അവിടെ ഒരിക്കലും മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. Therefore u of 0t equal to 0, u of capital LT equal to 0. ഓക്കെ, അതാണ് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Therefore രണ്ട് എൻഡും ഫിക്സ് ചെയ്തത് കൊണ്ട് u of 0t equal to 0, അതുപോലെ തന്നെ u of LT equal to 0 ആണ്. നെക്സ്റ്റ് u of 0t equal to 0 ആയതിനാൽ നമുക്കറിയാം u of xt equal to f of x into g of t ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഞാൻ ഈ രണ്ട് കണ്ടീഷനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് u of 0t equal to 0 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ x ന് 0 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫംഗ്ഷൻ f of 0 into g of t ആയി. u of 0t equal to 0 ആയതിനാൽ f of 0 into g of t equal to 0 ആണ്. അതുപോലെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ u of LT equal to 0 എന്നെടുത്തതിനാൽ f of L into g of t equal to 0 ആണ്.
From this, f of 0 into g of t equal to 0 and f of L into g of t equal to 0. ഈ രണ്ട് ഇക്വേഷനും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, f of 0 0 ആയിരിക്കും അല്ലെങ്കിൽ g of t equal to 0 ആയിരിക്കും. സെക്കൻഡ് ഇക്വേഷന് f of L equal to 0 ആയിരിക്കും or g of t equal to 0 ആയിരിക്കും. കാരണം രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ അതിലെ ഒരു ടേമെങ്കിലും അറ്റ്ലീസ്റ്റ് 0 ആയിരിക്കും. Therefore, f of 0 equal to 0 or g of t equal to 0. Next, if g of t equal to 0, g of t 0 ആണെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് 0 ആയി പോകും. കാരണം u of xt equal to f of x into g of t എന്നാണ്. ഇവിടെ g of t 0 ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. Therefore, ഈ സ്ട്രിങ്ങിന് ഏത് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും ഏത് ലെങ്തിലും ഒരു ഡിസ്പ്ലേസ്മെന്റും ഇല്ല എന്ന അതിന്റെ മീനിങ്. u of xt equal to 0 എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിന് ഒരു മൂവ്മെന്റും ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. ടൈം ഏതെടുത്തിട്ടുണ്ടെങ്കിലും x ഏതെടുത്തിട്ടുണ്ടെങ്കിലും 0 ആണ് മൂവ്മെന്റ്. പക്ഷേ നമ്മൾ സ്ട്രിങ്ങിന് മൂവ്മെന്റ് ഉണ്ട്, രണ്ട് എൻഡും മാത്രമാണ് മൂവ്മെന്റ് ഇല്ലാത്തത്. ഇതിന്റെ ഇടയിലെ ഏത് എക്സിലും ഏത് ടി എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. Therefore, g of t u of xt not equal to 0 ആണ്. Therefore, g of t ഒരിക്കലും 0 അല്ല. That is, if g of t equal to 0, that implies u of xt equal to 0, which is not possible. Therefore, first case ന് f of 0 equal to 0 കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ നിന്ന് f of L equal to 0 കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. f of 0 equal to 0യും f of L equal to 0യും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഒന്നുകൂടി പറയാം. സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് u of xt equal to some function of x into another function of g, that is f of x into g of t. ഓക്കെ, കാരണം എക്സും ടിയും ഇത് രണ്ടുമാണ് വേവ് ഇക്വേഷനിലെ പാരാമീറ്റർ വേരിയബിൾസ്. Therefore, ഇതിന്റെ സൊല്യൂഷനിലും ഈ രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. Therefore, f of x into g of t ആണ് നമ്മൾ അതിന്റെ സൊല്യൂഷനായി അസ്യൂം ചെയ്യുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് f of x ഉം എന്താണ് g of t യും എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടക്ട് ചെയ്തതിലെ രണ്ട് എൻഡും ഫിക്സ് ചെയ്തത് കൊണ്ട് u of 0t equal to 0 ആണ്, u of lt equal to 0 ആണ്. Therefore, അത് നമ്മൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് f of 0 equal to 0 and f of L equal to 0. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറയുകയാണ്. നെക്സ്റ്റ് നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്താണോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എന്താണോ സെക്കൻഡ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനിൽ കിടക്കുന്ന ആ ടേം എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. യു നമുക്കറിയാം യു ഈക്വൽ ടു എക്സ് ടി ആണ്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ജി ഓഫ് ടി ആണ്. Therefore, ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എക്സിലുള്ള ഫംഗ്ഷൻ കോൺസ്റ്റന്റും ടിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ഫംഗ്ഷനായി കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് ടി. ഓക്കെ, നെക്സ്റ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ അഗെയിൻ ദാറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ജി ഓഫ് ടി. ഇതുപോലെ തന്നെ ഡോ യു ബൈ ഡോ എക്സും ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. That is ഡോ യു ബൈ ഡോ എക്സ് നമുക്കറിയാം ജി ഓഫ് ടി കോൺസ്റ്റന്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ജി ഓഫ് ടി കോൺസ്റ്റന്റ് ആയിരിക്കും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 അടയാളപ്പെടുത്തി ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. That is ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Therefore, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ജി ഓഫ് ടി ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ജി ഓഫ് ടി ഇൻറ്റു d square divided by dx square of f of x. That equal to
ദാറ്റ് ഇംപ്ലൈസ് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി അഥവാ എക്സിലുള്ള ടേമിനെ കംപ്ലീറ്റ് ഒരു സൈഡിലേക്കും ടി ഉള്ള ടേമിനെ കംപ്ലീറ്റ് വേറൊരു സെല്ല് എന്താ ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്തു. ഈ സ്റ്റെപ്പിനാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയാം. അഥവാ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ എല്ലാ വേരിയബിളിനെയും നമ്മൾ രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് 1 divided by c square g of t into d square divided by dt square g of t equal to 1 divided by f of x d square divided by dx square f of x. നമുക്ക് മനസ്സിലാവും, ഒരു സൈഡിൽ ടിയുടെ ഫംഗ്ഷനും ഈക്വൽ സൈനിന്റെ മറ്റു സൈഡിൽ എക്സ് ഉള്ള ഫംഗ്ഷനും ഇത് രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് ടി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നതാണ് ഇക്വേഷനിൽ എഴുതിയുള്ളത്. ഒരിക്കലും ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് ടിയും ഒരിക്കലും ഈക്വൽ ആവില്ല. ഇനി ഈക്വൽ ആവുകയാണെങ്കിൽ അത് പ്യുവർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഓഫ് ടി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതുകയാണെങ്കിൽ ഉറപ്പാണ് അത് രണ്ടും എന്തായിരിക്കും, അത് പ്യുവർ കോൺസ്റ്റന്റ് ആയിരിക്കും. therefore വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് കൊണ്ട് ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് k. That is 1 divided by c square g of t into d square divided by dt square g of t equal to 1 divided by f of x d square divided by dx square f of x equal to k. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി നെക്സ്റ്റ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യാൻ കാരണം ഇത് പ്യുവർ കോൺസ്റ്റന്റ് ആണ്. ഫംഗ്ഷൻ ഓഫ് ടി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ്. therefore നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യാം. നെക്സ്റ്റ് 1 divided by, therefore 1 divided by c square g of t g double d square divided by dt square അതിന്റെ വേറെ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതി g double dash of t equal to 1 divided by f of x f double dash of x equal to k. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ഇക്വേഷനും സെപ്പറേറ്റ് നമുക്ക് സോൾവ് ചെയ്യണം. നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് f of x എന്താണ് g of t കണ്ടുപിടിക്കാൻ വേണ്ടേ. കാരണം u of xt equal to f of x into g of t എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇതിലെ f of x ഉം g of t യും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തു. ദാറ്റ് ഈസ് 1 divided by c square g of t g double dash of t equal to k 1 divided by f of x f double dash of x equal to k. ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അതിന്റെ തൊട്ട് മുന്നേ k ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, k ഈക്വൽ ടു പ്യുവർ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് മൂന്ന് കേസ് ആയിരിക്കും. ഫസ്റ്റ് കേസ് k ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ k ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, തേർഡ് അല്ലെങ്കിൽ k ലെസ് ദാൻ 0 ആയിരിക്കും. ഈ മൂന്ന് കേസേ kക്ക് സംഭവിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് k ഈക്വൽ ടു 0 അല്ലെങ്കിൽ k ഗ്രേറ്റർ ദാൻ 0, നെക്സ്റ്റ് തേർഡ് കേസ് k ലെസ് ദാൻ 0. ഈ മൂന്ന് കേസിലും ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് നോക്കണം. മൂന്ന് കേസ് അതേപോലെ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനു വേണ്ടിയിട്ട് ഇതിലെ ഫസ്റ്റ് കേസ് 1 k ഈക്വൽ ടു 0. k ഈക്വൽ ടു 0 ആവുമ്പോൾ 1 divided by c square g of t g double dash of t equal to k. k ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താണ് g of t കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 1 divided by f of x f double dash of x equal to k ഇതും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1 divided by f of x f double dash of x equal to k എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ k ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താണ് സൊല്യൂഷൻ. അതിനുശേഷം k ഈക്വൽ ടു 0 ആവുമ്പോൾ ഈ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് അതിന്റെ സൊല്യൂഷൻ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കൺസിഡർ ദ ഇക്വേഷൻ 1 divided by f of x f double dash of x equal to 0. That implies f of x സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ f double dash of x equal to 0. That is auxiliary equation m square equal to 0. നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതേ പോലെ y double dash equal to 0 എന്ന് എഴുതുന്ന പോലെ അവിടെ y ആയിരുന്നു ഫംഗ്ഷൻ, ഇവിടെ f ആണ് ഫംഗ്ഷൻ. Therefore f double dash of x equal to 0 corresponding auxiliary equation ആണ് m square equal to 0. That implies m equal to 0 0. റിയൽ റൂട്ട് ആണ്, റിപ്പീറ്റഡ് റൂട്ട് ആണ്. ഈ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Therefore solution f of x equal to some constant a x e power 0x
plus another constant b into e power 0x. That equal to e raised to f of x equal to ax plus b. Okay. ഇനി തൊട്ട് മുന്നേ നമ്മൾ എടുത്ത ഒരു ബൗണ്ടറി കണ്ടീഷൻ that is f of 0 equal to 0, അതേപോലെ തന്നെ f of l equal to 0. ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം f of x equal to ax plus b ആണ്. f of 0 equal to 0 ആണെങ്കിൽ a into 0 plus b equal to 0. That implies b equal to 0. Therefore, f of 0 equal to 0. That implies b equal to 0. Second boundary condition, f of l equal to 0. That implies al equal to 0. b already 0 ആയി. That implies al equal to 0. നമുക്കറിയാം l എന്നുള്ളത് സ്ട്രിങ്ങിന്റെ ലെങ്ത്. ഇതൊരിക്കലും 0 അല്ല. നമ്മളെടുത്ത സ്ട്രിങ്ങിന് ലെങ്ത് എന്നുള്ളത് ഒരിക്കലും 0 അല്ല. Therefore, a equal to 0. Therefore, f of x equal to ax plus b ലെ a equal to 0, b equal to 0 എന്നാണ് നമുക്ക് കിട്ടിയുള്ളത്. Therefore, f of x equal to 0. f of x equal to 0 ആണെങ്കിൽ u of xt equal to 0 ആയി. കാരണം u of xt equal to f of x into g of t എന്നായിരുന്നു. ഇതിലെ f of x 0 ആണെങ്കിൽ 0 into g of t. That implies u of xt equal to 0 എന്നാണ് നമുക്ക് കിട്ടുക. നമുക്കറിയാം ഇത് നോട്ട് പോസിബിൾ ആണ്. കാരണം ഒരു മൂവ്മെന്റ് ഉള്ള സ്ട്രിങ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ മൂവ്മെന്റ് രണ്ട് എൻഡും മാത്രമാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. Therefore, u of xt equal to 0 എന്ന് അതിന്റെ മീനിങ് x ഏതാണെങ്കിലും t ഏതാണെങ്കിലും ഏത് tക്കും ഏത് xനും u of xt equal to 0 ആണ്. That is not possible. Okay. അപ്പോൾ k equal to 0 എന്ന കേസിൽ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യമാണ് കിട്ടിയത്. u of xt equal to 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ k equal to 0 എന്ന കേസ് ശരിയല്ല, അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. കാരണം k equal to 0 ആണ് കേസിലെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് u of xt equal to 0 എന്നാണ് കിട്ടുന്നത്. Therefore, ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോവാം. ഓക്കെ, that is case 2, k greater than 0. k greater than 0, k പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. That is 1 divided by c square g of t g double dash of t equal to k എന്നും അതുപോലെ തന്നെ 1 divided by f of x f double dash of x equal to k. ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് k equal to p square എന്ന് എടുക്കണം. കാരണം പോസിറ്റീവ് ആയതുകൊണ്ട് p square, p not equal to 0. p ഒരിക്കലും 0 അല്ല. p നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്കറിയാം p square പോസിറ്റീവ് ആണ്. Therefore, k greater than 0 എന്ന ഇതിനെ നമുക്ക് k equal to p square എന്നതുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. That is k equal to p square. ഒരു കാര്യം, p ഒരിക്കലും 0 വരില്ല. 0 വരുന്ന കേസ് നമ്മൾ എടുക്കുന്നില്ല. p equal to 0 ആണെങ്കിൽ വീണ്ടും തൊട്ട് മുന്നത്തെ കേസിലേക്ക് പോകും. Therefore, k equal to p square where p not equal to 0. Okay. തൊട്ട് മുന്നേ ചെയ്തതേപോലെ ഫസ്റ്റ് കേസ് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് 1 divided by f of x f double dash of x equal to k എന്നുള്ളത് p square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 1 divided by f of x into f double dash of x equal to p square. That equal to f double dash of x equal to p square into f of x. That is f double dash of x minus p square f of x equal to 0. Auxiliary equation m square minus p square equal to 0. That implies m square equal to p square. That implies m equal to p and minus p. Therefore, solution f of x equal to some constant a into e power px plus b into e power minus px. Again, തൊട്ട് മുന്നത്തെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ, ദാറ്റ് ഈസ് f of 0 equal to 0 യും f of l equal to 0 യും ഇത് രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
f of 0 equal to 0, that implies a into e power 0x plus b into e power minus 0x, that is a plus b equal to 0. ഇതിന് a plus b equal to 0 എന്നത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് കണ്ടീഷൻ, f of l equal to 0. f of l equal to 0, that implies a into e power pl plus b into e power minus pl equal to 0. നമുക്കറിയാം a plus b equal to 0, that implies b equal to minus a ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a into e power pl minus a into e power minus pl equal to 0. That implies a outside പുറത്തെടുത്താൽ a into e power pl minus e power minus pl equal to 0. That is a into something equal to 0. a into വേറൊരു ടേം, ഈ രണ്ടിന്റെ ടേമിന്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നെങ്കിൽ a ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈ ടേം ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് നോക്കാം ഏതാണ് 0 എന്നുള്ളത്. ഫസ്റ്റ് a ഈക്വൽ ടു 0 ഓർ e പവർ pl മൈനസ് e പവർ മൈനസ് pl ഈക്വൽ ടു 0. സെക്കൻഡ് ടേം ഒരിക്കലും 0 ആവില്ല. സെക്കൻഡ് ടേം 0 ആവണമെങ്കിൽ e പവർ pl ഈക്വൽ ടു e പവർ മൈനസ് pl ആയിരിക്കും. നമുക്കറിയാം ഒരിക്കലും e പവർ pl-ഉം e പവർ മൈനസ് pl-ഉം ഒരിക്കലും ഈക്വൽ ആവില്ല. ഈക്വൽ ആവണമെങ്കിൽ p ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ട് p ഒരിക്കലും 0 അല്ല, p നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. therefore e പവർ pl നോട്ട് ഈക്വൽ ടു e പവർ മൈനസ് pl. therefore സെക്കൻഡ് ടേം ഒരിക്കലും 0 അല്ല. therefore a ഈക്വൽ ടു 0. a ഈക്വൽ ടു 0 ആണെങ്കിൽ a പ്ലസ് ബി ഈക്വൽ ടു 0, a ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം b ഈക്വൽ ടു 0. എയും ബിയും 0 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും f ഓഫ് x ഇൻറ്റു a p e പവർ px പ്ലസ് b ഇൻറ്റു e പവർ മൈനസ് px. എയും ബിയും 0 ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടും f ഓഫ് x ഈക്വൽ ടു 0. f ഓഫ് x ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ u ഓഫ് xt ഈക്വൽ ടു 0. തൊട്ട് മുന്നത്തെ അതേ കേസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ രണ്ട് കേസ് k ഈക്വൽ ടു 0 ആകുമ്പോഴും k ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും u ഓഫ് എക്സ് ടി ഈക്വൽ ടു 0 ആണ്. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് k ഈക്വൽ ടു 0 ആണെങ്കിലും k ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും u ഓഫ് എക്സ് ടി ആ സ്ട്രിങ്ങിന് ഡിസ്പ്ലേസ്മെന്റ് 0 എന്നാണ് കിട്ടുന്നത്. therefore ഈ രണ്ട് കേസും നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. തേർഡ് കേസ്, കേസ് 3, that is k less than 0. k less than 0 ഇതിനെ ഈ രണ്ട് ഇക്വേഷൻ വീണ്ടും നമുക്ക് സോൾവ് ചെയ്യണം. തൊട്ട് മുന്നത്തെ രണ്ട് കേസിലും k ഈക്വൽ ടു 0 ആവുന്നതിലും k ഗ്രേറ്റർ ദാൻ 0 ആയതിലും ഫസ്റ്റ് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴേ നമ്മൾ ആ കേസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1/c² g of t g ഡബിൾ ഡാഷ് ഓഫ് t ഈക്വൽ ടു k എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് തേർഡ് കേസ് k ലെസ് ദാൻ 0. ദാറ്റ് ഈസ് k ലെസ് ദാൻ 0-നെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം k ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ. ദാറ്റ് ഈസ് p പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മൈനസ് പി സ്ക്വയർ നെഗറ്റീവാ, വേർ p നോട്ട് ഈക്വൽ ടു 0. p ഈക്വൽ ടു 0 എന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം p ഈക്വൽ ടു 0 ആണെങ്കിൽ വീണ്ടും ഫസ്റ്റ് കേസിലേക്ക് പോയി k ഈക്വൽ ടു 0. അതുകൊണ്ട് ആ കേസ് p ഒരിക്കലും 0 അല്ല, p നോട്ട് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 1/f ഓഫ് എക്സ് f ഡബിൾ ഡാഷ് ഓഫ് x ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ f ഡബിൾ ഡാഷ് ഓഫ് x ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ f ഓഫ് x. ദാറ്റ് ഈസ് f ഡബിൾ ഡാഷ് ഓഫ് x പ്ലസ് പി സ്ക്വയർ f ഓഫ് x ഈക്വൽ ടു 0. Auxiliary equation m square plus p square equal to 0. That implies m square equal to minus p square. That implies m equal to plus or minus pi. Complex root ആണ്, plus or minus pi. Therefore solution f of x equal to some constant into cos px plus another constant into sin px. That is a cos px plus b sin px, where a and b are constant. Okay, കഴിഞ്ഞ
രണ്ട് കേസിലും ചെയ്ത അതേപോലെ എഫ് ഓഫ് 0 ഈക്വൽ ടു 0യും എഫ് ഓഫ് എൽ ഈക്വൽ ടു 0 ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് എ കോസ് 0 പ്ലസ് ബി സൈൻ 0 ഈക്വൽ ടു 0. നമുക്കറിയാം സൈൻ 0 0 ആണ്. therefore എ ഇൻറ്റു 1 ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു 0. therefore f of 0 equal to 0, a equal to 0. Next, second boundary condition, f of L equal to 0. a equal to 0 ആയതുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ f of x equal to b sin px ആയി. ഇവിടെ a equal to 0 ആയതുകൊണ്ട് f of x എന്നുള്ളത് b sin px ആയി. Okay. Therefore, f of x equal to b sin px. Next, second boundary condition, f of L equal to 0. f of L equal to 0. x ന്റെ സ്ഥാനത്ത് L കൊടുക്കുമ്പോഴും 0 ആണ്. That is b into sin PL equal to 0. b into sin PL equal to 0. That is b ഒരു ടേം, second term sin PL. രണ്ട് ടേമിന്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഇതിലെ ഒരു ടേം അറ്റ്ലീസ്റ്റ് 0 ആയിരിക്കും. Therefore b equal to 0 or sin PL equal to 0. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു a equal to 0. ഇനി b ഈക്വൽ ടു 0 ആണെങ്കിൽ തൊട്ട് മുന്നത്തെ കേസിലേക്ക് വീണ്ടും വരും. ദാറ്റ് ഈസ് എയും ബിയും 0 ആണെങ്കിൽ ടോട്ടൽ കേസ്, ടോട്ടൽ വാല്യൂ, ടോട്ടൽ ഫംഗ്ഷൻ 0 ആയി. therefore u of x 0 ആയി. അതുകൊണ്ട് ആ കേസ് നമ്മൾ എടുക്കുന്നില്ല. therefore b not equal to 0. ഓക്കെ, a equal to 0 ഓൾറെഡി നമുക്ക് കിട്ടി. ഇവിടുന്ന് b 0 or sin PL equal to 0. ഇവിടെ b equal to 0 ആണെങ്കിൽ f of x equal to 0 ആവും. തൊട്ട് മുന്നത്തെ കേസിലേക്ക് വീണ്ടും പോകും. ദാറ്റ് ഈസ് u of xt equal to 0. അതുകൊണ്ട് b equal to 0 എന്ന കേസ് നമ്മൾ എടുക്കുന്നില്ല. therefore sin PL equal to 0. sin PL equal to 0 that implies PL equal to n pi where n equal to 1, 2, 3, 0, minus 1, minus 2, etc. That is n belongs to integers. That equal to PL equal to n pi. Next, P equal to n pi by L. Therefore, f of x equal to b sin n pi x by L. Okay, where n equal to integers. Now consider second differential equation. f of x നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു f of x equal to b sin n pi x by L. ഇതേപോലെ സെക്കൻഡ് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് 1 divided by c square g of t into g double dash of t equal to p square. That equal to g double dash of t equal to minus p square c square g of t. That implies g double dash of t plus p square c square g of t equal to 0. Auxiliary equation is given by m square plus p square c square equal to 0. That implies m equal to plus or minus cpi. Okay, m equal to plus or minus cpi. Therefore, solution g of t equal to some constant into cos cpt plus another constant into sin cpt. a യും b യും ഫസ്റ്റ് എടുത്തത് കൊണ്ട് ഇവിടെ c യും d യും വേറെ കോൺസ്റ്റന്റ് ആക്കി എടുക്കും. where c and d are constant. Therefore, u of xt equal to f of x into g of t or g of t into f of x. That implies c cos cpt plus d into sin cpt into b sin px. Okay. ഇവിടെ p നമുക്കറിയാം p equal to n pi by L. Therefore, അതിനെ ഈ ടേബിളിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ unxt, that is u suffix function u suffix n of xt equal to some constant cn cos cn pi t by L plus dn sin cn pi t by L into b sin n pi x by L. കാരണം n വാരി ചെയ്യുമ്പോൾ ഇവിടെയുള്ള
ഓരോ കോൺസ്റ്റന്റും ഈക്വൽ ആവണമെന്നില്ല. ദാറ്റ് ഈസ് n ഈക്വൽ ടു 1ന് c ഈ cos CPT യുടെ കോഫിഷ്യന്റ് വേറെ ആയിരിക്കാം. അതേപോലെ n ഈക്വൽ ടു 1ന് sin CPT യുടെ കോഫിഷ്യന്റ് വേറെ ആയിരിക്കാം. ദാറ്റ് ഈസ് b യും വേറെ ആയിരിക്കാം. therefore un ഇവിടെ n വാരി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോ സൊല്യൂഷൻ ആയിരിക്കും. un അതുകൊണ്ട് u of xt പകരം ഞാൻ ഇവിടെയും ഒരു സഫിക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. un of xt equal to cn cos cn pi t divided by l plus dn sin cn pi t by l into bn b suffix n bn sin n pi x by l. Okay. If bn equal to 1 ഇവിടെ ഈ bn എന്നുള്ളത് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇഫ് bn ഈക്വൽ ടു 1 അതുപോലെ തന്നെ cn pi by l നെ ലാംഡ n ഉം ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇഫ് b ഈക്വൽ ടു 1 ആൻഡ് ലാംഡ n ഈക്വൽ ടു cn pi by l ഡിഫറൻഷ്യൽ ഇക്വേഷൻ un xt equal to solution of the differential equation un xt equal to cn cos lambda n t plus dn sin lambda n t into sin n pi x by l എന്നാവും. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ഈ ഡിഫറൻഷ്യൽ ഈ ഫംഗ്ഷന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് un xt equal to cn cos lambda n t plus dn sin lambda n t into sin n pi x by l. ഈ ഫംഗ്ഷനെ eigen function or characteristic function എന്നാണ് വിളിക്കുക. This function is called eigen function or characteristic function and the value lambda n equal to cn pi divided by l is called eigen value or characteristic value. ഈ രണ്ട് ടേം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഐഗൻ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. ദാറ്റ് ഈസ് un xt is called eigen function or characteristic function and lambda n is called eigen value or characteristic value. Okay, next from this formula u1 equal to un xt equal to c1 cos lambda 1t plus d1 sin lambda 1t sin pi x by l. Second, u2 xt equal to c2 cos lambda 2t plus d2 sin lambda 2t sin 2 pi x by l. 2 missing ആണ്, 2 pi x by l. Third, u3 that is n equal to 1 2 3 4 etc കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഇതും അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. നമുക്കറിയാം n equal to 2 കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്, 3 കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. then by fundamental theorem അല്ലെ ലീനിയർ പ്രോപ്പർട്ടി ഇതിന്റെ സമ്മും ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. therefore u of xt നമുക്ക് ഇതിന്റെ സം ആക്കി കൺസിഡർ ചെയ്യാം. therefore u of xt equal to u1 xt plus u2 xt plus u3 xt plus etc. Okay, that equal to sigma n equal to 1 to infinity un xt, that is sigma n equal to 1 to infinity cn cos lambda nt plus dn sin lambda nt into sin n pi x by l. Okay, ഇതാണ് സൊല്യൂഷൻ. that is u of xt equal to cn cos lambda nt plus dn sin lambda nt sin n pi x by l. ഇതിന്റെ സമ്മേഷൻ ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ്, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. cn എന്താണ് ഇവിടുത്തെ cn, അതുപോലെ തന്നെ ഇവിടെയുള്ള dn, ഇത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വീണ്ടും രണ്ട് കണ്ടീഷൻസും കൂടി നമ്മൾ എടുക്കാൻ പോവാണ്. ഫസ്റ്റ്, if string has initial position, നമ്മളെ സ്ട്രിങ്ങിന് ഒരു ഇനീഷ്യൽ പൊസിഷൻ f of x ഉം അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി g of x ഉം, ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഏത് എക്സ്പെരിമെന്റ് ഉണ്ടാവും, ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും ഉണ്ടായിരിക്കും. ഏത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, that is ഒരു സ്ട്രിങ്ങിന്റെ ഇനീഷ്യൽ പൊസിഷൻ f of x ഉം ഇനീഷ്യൽ വെലോസിറ്റി g of x ഉം
g, initial velocity g of x ആണെങ്കിൽ, that is initial position, that is u of initial position ആണ്, therefore x equal to t equal to 0 ആയിരിക്കും, that is u of x equal to 0, u of x0 equal to f of x. അതുപോലെ തന്നെ initial velocity, that is u of x0 യുടെ ഡെറിവേറ്റീവ്, that is dou u by dou t x0 equal to g of x. ഇതാണ് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഇനീഷ്യൽ പൊസിഷൻ u of x0 യും ഇനീഷ്യൽ വെലോസിറ്റി dou u by dou t at x0 യും, ഇത് രണ്ടും f of x ഉം g of x ഉം ആണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ cn ഉം dn ഉം കാൽക്കുലേറ്റ് ചെയ്യാം. Since u of x0 equal to f of x, u of x0 equal to f of x, from this we know that u of xt equal to sigma n equal to 1 to infinity cn cos lambda nt plus dn sin lambda nt sin n pi x by l. u of x0 equal to f of x, that implies ഇവിടെ t എവിടെ ഉണ്ടോ അവിടേക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. That from this sigma ഈ sin 0 ഈ ടേം 0 ആയി പോവും. That implies cn cos lambda nt ഈ ടേം 1 ആവും. Therefore cn into sin n pi x by l equal to f of x. That is sigma n equal to 1 to infinity cn sin n pi x by l equal to f of x, which is a Fourier sine representation of f of x. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫൊറിയർ സൈൻ സീരീസും ഫൊറിയർ കൊസൈൻ സീരീസും. ദാറ്റ് ഈസ് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity cn sin n pi x by l. ഇത് എഫ് ഓഫ് എക്സിന്റെ ഒരു ഫൊറിയർ സൈൻ സീരീസ് ആണ്. ഇവിടെ cn നെ വിളിക്കുന്ന പേരാണ് ഫൊറിയർ കോഫിഷ്യൻ. ദെൻ cn's ആർ കോൾഡ് ഫൊറിയർ കോഫിഷ്യൻ for the Fourier sine series of f of x. That is cn equal to 2 divided by l integral 0 to l f of x sin n pi x by l into dx. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഒരു Fourier sine സീരീസിന്റെ cn അവിടെ an bn എന്നായിരുന്നു നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ cn, therefore cn equal to 2 divided by l, l പറഞ്ഞ സ്ട്രിങ്ങിന്റെ ലെങ്ത് 2 by l integral 0 to l f of x sin n pi x divided by l into dx. Okay, therefore cn കിട്ടി. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി, therefore cn's വാല്യൂ കിട്ടി. നെക്സ്റ്റ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ, u dou u by dou t at x0 equal to g of x. Therefore first u x യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് അതിലെ ടേക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Therefore sigma n equal to 1 to infinity dn lambda n sin n pi x by l equal to g of x. That is sigma n equal to 1 to infinity dn lambda n sin n pi x by l equal to g of x. Okay, which is a Fourier sine series again of the function f of x. Therefore ഇതാണ് dn into lambda n ആണ് Fourier coefficient. തൊട്ട് മുന്നേ cn കിടക്കുന്ന അതേ പൊസിഷനിൽ ഇവിടെ dn lambda n എന്നാണ് കിടക്കുന്നത്. Therefore dn lambda n or Fourier coefficient of the Fourier sine series of g of x. Okay, from this lambda n dn lambda n equal to 2 by l integral 0 to l g of x into sin n pi x divided by l dx. Okay, അപ്പോൾ cn കിട്ടി, dn കിട്ടി. dn equal to 2 divided by lambda n into l integral 0 to l g of x sin n pi x divided by l into dx. That is lambda n substitute ചെയ്ത് കഴിഞ്ഞാൽ dn equal to 2 divided by cn pi integral 0 to l g of x sin n pi x l dx, where n equal to 1, 2, 3, etc. Therefore solution, u of xt equal to sigma n equal to 1 to infinity cn cos lambda nt plus dn sin lambda nt sin n pi x by l.
where dn equal to cn അറിയാം, അതേപോലെ dn നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ. നെക്സ്റ്റ്, ഇനി അതിലെ ഒരു കേസ്, if the initial velocity is 0, initial velocity is 0, that implies g of x equal to അല്ലെങ്കിൽ g of x equal to 0. Initial velocity is 0, that implies dou u by dou t at x0 equal to 0. That implies sigma n equal to 1 to infinity dn lambda n sin n pi x by l equal to 0. From this we know that sin n pi x by l ഇത് ഒരിക്കലും 0 ആവില്ല, അത് 0 ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് 0 ആയി പോകും. നെക്സ്റ്റ് ലാംഡ എന്നും 0 ആവില്ല, കാരണം ലാംഡ n ഈക്വൽ ടു n പൈ സി എൻ പൈ ബൈ എൽ എന്നാണ്. ഇതിലെ ഒന്നും തന്നെ 0 അല്ല, therefore dn ഈക്വൽ ടു 0. therefore solution, initial velocity 0 ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ u of xt equal to sigma n equal to 1 to infinity cn cos lambda nt sin n pi x by l. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, that equal to sigma n equal to 1 to infinity cn cos lambda n നെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ cn pi by l t sin n pi x by l. Using this formula, 2 sin x cos y equal to 2 sin x cos y equal to sin x minus y plus sin x plus y. ഈ ഫോർമുല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സിഗ്മ n equal to 1 to infinity cn 1 by 2 sin n pi x by l minus cn pi by lt plus sin, that is x equal to n pi x by l, and y equal to cn pi by l. Okay, from this we get sigma n equal to 1 to infinity cn 1 by 2 sin n pi x by l minus cn pi by l into t plus sin of n pi x by l minus n cn pi by l into t. Okay, just rearrange ചെയ്തു കഴിഞ്ഞാൽ sigma n equal to 1 to infinity cn 1 by 2 sin, ഇവിടുന്ന് കോമൺ ആയിട്ട് എല്ലും അതുപോലെ തന്നെ എൻ പൈയും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. that is sin n pi x minus ct divided by l plus sin n pi x plus ct divided by l. that equal to സമ്മേഷനും അതേപോലെ cn 1 by 2 ഇത് രണ്ട് ടേമിനും സെപ്പറേറ്റ് കൊടുത്ത്. നെക്സ്റ്റ്, therefore 1 by 2 into sigma n equal to 1 to infinity cn sin n pi into x minus ct divided by l plus 1 by 2 sigma n equal to 1 to infinity cn sin n pi x plus ct divided by l. that equal to 1 by 2 f of x minus ct plus 1 by 2 f of x plus ct. ഇത്രയും വലിയ ടേംസ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷന്റെ ടേമിലേക്ക് മാറ്റി എഴുതി. therefore f equal to, ഇവിടെ ഈ f equal to തൊട്ട് മുന്നത്തെ f ഉം ഈ f ഉം വ്യത്യാസമുണ്ട്. തൊട്ട് മുന്നത്തെ f of x അവിടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു, ഇവിടെ f equal to where f equal to sigma സമ്മേഷൻ ആണ് sigma n equal to 1 to infinity cn sin n pi x by, അഥവാ ഈ തന്നിട്ടുള്ള ഈ ഡിഫറൻഷ്യൽ ഈ ടേമിനെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഫംഗ്ഷന്റെ ടേമിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, ഇതാണ് എൻ്റെ വൺ ഡയമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. എല്ലാ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സാധാരണ ജനറൽ സൊല്യൂഷൻ ആയിട്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ പൊസിഷനും ഉണ്ടാവുമ്പോൾ അതിന്റെ dnഉം അതേ ഫൊറിയർ സീരീസിലേക്ക് മാറ്റി അതിന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ലാസ്റ്റ് കേസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന കേസിലും അതിന്റെ സൊല്യൂഷൻസും കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയാണ് എൻ്റെ സൊല്യൂഷൻ. ഓക്കെ, താങ്ക്സ്.